ഈ ഒരു കൊടും കാട്ടിനുള്ളിലൂടെ 6 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് സ്വർഗ്ഗക്കുന്ന് എന്ന അതിമനോഹരമായിട്ടുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലേക്കാട്ടോ. വഴിമധ്യേ കാടിൻ്റെ ഭീകരതയും ഇതുപോലെ ഭംഗിയാർന്ന കാടിൻ്റെ 2 കാട്ടുചോലകളൊക്കെ കടന്നു വേണം കേട്ടോ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കാട്ടാനക്കൂട്ടത്തെയൊക്കെ കാണാം. ഒരു കൂട്ടം പിടിയാനകളാട്ടോ. ശല്യമൊന്നും ചെയ്യാതെ നമ്മൾ സൈഡിലൂടെ അങ്ങനെ കയറി അങ്ങോട്ട് പോയി. മൊത്തം കാട് കയറി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി വൃത്തിയാക്കാൻ വരുന്ന ജോലിക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു ഏർമാടം സെറ്റ് ചെയ്യാനാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് കാലാവസ്ഥ എല്ലാം മാറി മറിഞ്ഞ് മഴ പെയ്ത് കോടയിറങ്ങി കാടെല്ലാം ഇരുട്ട് കയറി. വൈകുന്നേരം തിരിച്ചിറങ്ങി പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടുപോയി. ഇവിടെ തന്നെ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. സമയം 4 മണി. ഏർമാടത്തിൽ, അതും സ്വർഗ്ഗക്കുന്നിൽ. ആനയുടെ ശബ്ദം കേട്ട് നീച്ചാണ്. പക്ഷേ ആശാൻ ആ സൈഡിലൂടെ പോയത്. നല്ല കൊമ്പടിയുന്ന സൗണ്ട് ഉണ്ട് താഴത്തിറങ്ങി. എന്താ രാവിലെ മോർണിംഗ് വൈബ്. ഇങ്ങനൊരു ദിവസം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഭയാനകവുമായിട്ടുള്ള ഒരു ദിവസം ഇന്നലെ കടന്നു പോയത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം വ്ളോഗായിട്ട്. നിങ്ങളൊന്ന് കാണണം. അത്രയ്ക്ക് ഭംഗിയുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി.